ജയസൂര്യൻ ചേട്ടാ, നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഈ വയനാട് നമ്മുടെ ദുരിതം നടന്ന പ്രദേശമുണ്ടല്ലോ, അവിടെ വലിയ നാശനഷ്ടങ്ങളുണ്ടായി. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റും പ്രതിപക്ഷവും ഒക്കെ പറയുന്നത് കേന്ദ്രം ഒന്നും ചെയ്തില്ല, പ്രധാനമന്ത്രി വെറുതെ വിരുന്നിന് വരുന്നത് പോലെ വന്നു പോയി എന്നാണ് പറയുന്നത്. ഇന്നലെയും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ രൂക്ഷമായിട്ടാണ് ആക്രമിച്ചത്, തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലെല്ലാം. അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. എങ്കിൽ എന്താണ് സത്യാവസ്ഥ? ബി ജെ പിക്ക് എന്താണ് പറയാനുള്ളത്? പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് LDFും UDFും ഇപ്പോൾ BJPയെ കടന്നാക്രമിക്കുന്നത്. വയനാടിനെ ഒരു ആയുധമാക്കി ഉപയോഗിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ എന്താണ് എന്നുള്ളത് കേരളീയ സമൂഹത്തിന് മുമ്പിൽ ഇവർ രണ്ടുപേരും വെക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയം കൃത്യമായും മലയാളി സമൂഹം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. കേന്ദ്രം ഒന്നും തരുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമുള്ള ചുമതല എന്താണ് എന്നിവിടെ വ്യക്തമാക്കേണ്ടതുണ്ട്. ഇപ്പോൾ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടാവുന്നത് പോലെ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചില്ല എന്നുള്ള വാദമാണല്ലോ ഇവർ രണ്ടുപേരും ഉയർത്തുന്നത്. അതെ, ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചില്ല, വയനാട് ഒരു വലിയ ദുരന്തമാണല്ലോ എന്നുള്ളതാണ്. എന്നാൽ ഈ 2013 മുല്ലപ്പള്ളി രാമചന്ദ്രൻ കേന്ദ്രമന്ത്രി ആയിരിക്കുമ്പോൾ ആഗസ്റ്റ് മാസം 6-ാം തീയതി 2013 പാർലമെന്റിൽ അദ്ദേഹം കൊടുത്ത ഒരു മറുപടി, അതായത് PC മോഹനൻ എന്ന് പറയുന്ന MP ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിയായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ഇൻഫോംഡ് ദാറ്റ് there is no provision to declare a disaster as a national disaster in the guidelines. എന്ന് പറയുമ്പോൾ ഏത് ഗൈഡ് ലൈൻസ് പ്രകാരമാണ് UPA സർക്കാരിന്റെ കാലത്ത്, അതായത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് UPA സർക്കാർ കൊണ്ടുവന്നതാണ് ദേശീയ ദുരന്ത നിവാരണ നിയമം. ആ നിയമം വായിച്ചു കേൾപ്പിച്ചത് കോൺഗ്രസിന്റെ മന്ത്രിയായിട്ടുള്ള ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. ആ സമയത്ത് KC വേണുഗോപാലും KV തോമസും ഒക്കെ മന്ത്രിയായിട്ട് മന്ത്രിസഭയിലുണ്ട്, പാർലമെന്റിലുണ്ട്. അപ്പോൾ അവരൊക്കെ ഇത് കേട്ടിരുന്നവരാണ്, അവർക്കൊക്കെ ഈ വസ്തുതകൾ കൃത്യമായി അറിയാവുന്നതാണ്. അപ്പോൾ ദേശീയ ദുരന്തം എന്ന് പറഞ്ഞൊരു ദുരന്തത്തിന്റെ യാതൊരു വിധത്തിലുള്ള ലക്ഷണങ്ങളും ഈ പറയുന്ന വയനാട് പ്രദേശത്ത് ഇല്ല. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് ചില ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ ഗൈഡ് ലൈൻസ് ഒന്നും അതെ അത് പാലിക്കുന്നില്ല എന്നുള്ളതാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൊടുത്ത മറുപടി. അതായത് ഒരു സംസ്ഥാനത്തിന്റെ ആകെ ജനസംഖ്യയുടെ 1/3 ജനങ്ങളെ ബാധിക്കുന്ന ഒരു ദുരന്തമാണെങ്കിൽ മാത്രമാണ് അതിനെ ഒരു പ്രത്യേക ദുരന്തം, അപ്പോഴും ദേശീയ ദുരന്തം, പ്രത്യേക ദുരന്തം എന്നുള്ള നിലയിൽ എടുക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പൊ കേരളത്തിലുണ്ടായ വലിയ വെള്ളപ്പൊക്കം നമ്മൾ ഓർക്കുന്നുണ്ട്. അത് കേരളത്തിലെ 1/3 കൂടുതൽ ജനങ്ങളെ ബാധിച്ചതായതുകൊണ്ട് അത് ഒരു പ്രത്യേക ദുരന്തമായി, സംസ്ഥാനത്തെ ബാധിച്ച ദുരന്തമായി പ്രഖ്യാപിക്കുകയുണ്ടായി. പക്ഷെ ഇവിടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ കൊടുത്തിരിക്കുന്ന മറുപടി അനുസരിച്ച് ദേശീയ ദുരന്തം എന്ന് പറഞ്ഞ ഒരു ദുരന്തം ഇല്ല എന്നാണ്. ഇത് BJP പറഞ്ഞതല്ല, ഇത് മൻമോഹൻ സിംഗിന്റെ കാലത്തുണ്ടാക്കിയ നിയമമാണ്. എന്നാൽ യഥാർത്ഥ വസ്തുത എന്താണ്? കേരളത്തില് ഇപ്പോൾ ആവശ്യത്തിലേറെ പണം ഈ ഫണ്ടിൽ കിടക്കുകയാണ്. കേരളത്തിൽ കിടക്കുന്ന ഫണ്ട് എന്ന് പറയുന്നത് ഈ 2024-25 വർഷത്തേക്ക് കൊടുത്തിരിക്കുന്ന ആകെ പണം ജൂലൈ മാസം 3-ാം തീയതിയും ഒക്ടോബർ മാസം 1-ാം തീയതിയും കൂടി കൊടുത്ത പണം 395 കോടി രൂപയുണ്ട് കേന്ദ്രം കൊടുത്തത്. അതുകൂടാതെ 388 കോടി രൂപ കേരള ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. എന്ന് പറഞ്ഞാൽ ആകെ 783 കോടി രൂപ കേരള ഗവൺമെന്റിന്റെ കയ്യിൽ ഇരിക്കുമ്പോഴാണ് കേന്ദ്രമൊന്നും തന്നില്ല എന്നുള്ള പരാതി പറയുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് വളരെ വ്യക്തമാണ്. കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ പണം പിടുങ്ങാൻ വേണ്ടി അവസരമായിട്ട് ഇതിനെ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചേട്ടാ, ഇപ്പൊ മുൻകൂറായിട്ട് പണം തന്നിരിക്കുന്നു ഡിസാസ്റ്റർ മാനേജ്മെന്റിന്, അല്ലാതെ ഈ ദുരന്തം ഉണ്ടായ സമയത്തും പണം തന്നിട്ടുണ്ട്. ഇത്രയൊക്കെ പണം കിട്ടിയിട്ട്, ഏതാണ്ട് 700 ചില്ലാനം കോടി രൂപ കിട്ടിയിട്ടും സംസ്ഥാന സർക്കാർ പറയുന്നത് ഒന്നും കിട്ടിയില്ല, ഒരു സഹായവും വന്നില്ല എന്നാണ്. BJP ഇതിനെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് കൂടെ നടക്കുന്ന വേളയാണ്. BJPയുടെ സ്ട്രാറ്റജി എന്താണ്? ഈ വസ്തുതകൾ കണക്ക് സഹിതം ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് BJP ഉദ്ദേശിക്കുന്നത്. അതായത് 783 കോടി രൂപ
കേരള സംസ്ഥാന സർക്കാരിന്റെ കൈവശം മിച്ചം ഇരിക്കുകയാണ്, ബാക്കി ഇരിക്കുകയാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ടിന് വേണ്ടി 783 കോടി രൂപ കയ്യിലിരിക്കുമ്പോഴാണ് കേന്ദ്രമൊന്നും തരുന്നില്ല എന്നുള്ള ആക്ഷേപം ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു കാര്യം ഉന്നയിക്കണമെങ്കിൽ പോലും അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പോൾ അത്യാവശ്യമായ കാര്യങ്ങൾ ചെയ്യാനുള്ള പണം സംസ്ഥാന സർക്കാരിന്റെ കയ്യിലുണ്ട്. പക്ഷേ വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോൾ തികയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് കേന്ദ്രത്തോട് പണം ആവശ്യപ്പെടാം, യാതൊരു തെറ്റുമില്ല. അങ്ങനെ കേന്ദ്രത്തോട് പണം ആവശ്യപ്പെടണമെങ്കിൽ അതിന് ചില നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അതായത് എന്തിനു വേണ്ടിയാണ് പണം ആവശ്യപ്പെടുന്നത്, നമ്പർ 1. നമ്പർ 2, എങ്ങനെയാണ് പണം വിനിയോഗിക്കാൻ പോകുന്നത്. ഇങ്ങനെ 2 കാര്യങ്ങൾ അവിടെ കൃത്യമായും കേന്ദ്ര ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തണം. അതിനാവശ്യമായ പ്രോജക്റ്റ് ഉണ്ടാക്കണം. ആ പ്രോജക്റ്റ് റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കണം. അങ്ങനെ പ്രോജക്ട് റിപ്പോർട്ട് സമർപ്പിച്ചു കഴിയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിൽ നിന്നൊരു ഹൈപവർ കമ്മിറ്റിയെ കേന്ദ്രം സംസ്ഥാനത്തേക്ക് അയക്കും. ആ ഹൈപവർ കമ്മിറ്റിയിൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം, കേന്ദ്ര കാർഷിക മന്ത്രാലയം തുടങ്ങി വിവിധ മന്ത്രാലയങ്ങൾ എവിടെയൊക്കെയാണോ ഈ പറഞ്ഞ ദുരന്തം അഫക്ട് ചെയ്തത് അതിന്റെ മന്ത്രാലയങ്ങളുടെ പ്രതിനിധികളും അക്കൗണ്ടന്റ് ജനറലും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെടെ ഈ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കാനും എത്ര രൂപ ഏതൊക്കെ മേഖലയിൽ അലോട്ട് ചെയ്യണം എന്ന് നിശ്ചയിക്കാനും അങ്ങനെ ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിന് കൊടുക്കാനും വേണ്ടിയാണ് വിദഗ്ധ സംഘം വരിക. ഇതൊക്കെ പണ്ട് വരാറുണ്ട്, എല്ലായിടത്തും ഉണ്ട്, എല്ലാ സംസ്ഥാനത്തും ഇതുണ്ട്. ആ സംഘത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് പണം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അനുവദിക്കുക. പക്ഷെ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു റിപ്പോർട്ട് കേരളം കേന്ദ്രത്തിന് കൊടുത്തിട്ടില്ല. ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഒരു ശവസംസ്കാരത്തിന് 75,000 രൂപയായി, ബെയിലി പാലത്തിന്റെ അടി കല്ല് പാകിയാണ് 2 കോടി രൂപയായി. എന്നിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചപ്പം അല്ല, അത് ഒരു ചുമ്മാ ഒരു ഉദ്ദേശം, ഒരു കണക്ക് പറഞ്ഞതേ ഉള്ളൂ എന്ന് മറുപടിയും കൊടുത്തു. ഇങ്ങനെ കൊടുത്താൽ കേന്ദ്രം എങ്ങനെ പണം തരും? അതായത് വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ ഇവർ സമീപിക്കുകയോ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിലേക്കുള്ള തുകകൾ, ഫണ്ടുകൾ നേടിയെടുക്കാൻ സംസ്ഥാന സർക്കാർ യാതൊരു ശ്രമവും നടത്തിയിട്ടില്ല. ഇപ്പോൾ ഈ പ്രതിപക്ഷം ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് അവർക്ക് പിന്നെ അതേ ഉള്ളൂ വഴി. അവർ നിരന്തരം, ഇപ്പോൾ രാഹുൽ ഗാന്ധി ആകട്ടെ, പ്രിയങ്കയാകട്ടെ, കോൺഗ്രസ് നേതാക്കൾ, കേരളത്തിലെ നേതാക്കളാകട്ടെ, അവർ നിരന്തരം സംസ്ഥാന സർക്കാരിനോടൊപ്പം ചേർന്നുകൊണ്ട് കേന്ദ്രത്തെ കുറ്റം പറയുകയും പഴി പറയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൊടുത്ത മറുപടിയെക്കുറിച്ച് പോലും യാതൊരു ധാരണയുമില്ലാതെ, ഈ KC വേണുഗോപാലൊക്കെ അന്ന് പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നയാളാണ്, എന്നിട്ട് പോലും അവരിത്തരം പച്ചക്കള്ളം പറയുകയാണ്. ഈ കോൺഗ്രസിനെ എങ്ങനെയാണ് ഈ കാര്യത്തിൽ BJP നേരിടാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, കോൺഗ്രസിന്റെ 3 മന്ത്രിമാർ അന്ന് പാർലമെന്റിലുണ്ട്. അതായത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആഭ്യന്തര സഹമന്ത്രിയായിട്ട് ഈ ചോദ്യത്തിന് മറുപടി തരുന്നു. അവിടെ KC വേണുഗോപാലുണ്ട്, അവിടെ KV തോമസ് ഉണ്ട്. ഈ 3 പേരും പാർലമെന്റിൽ ഉണ്ടായിരിക്കുമ്പോഴാണ് ഈ മറുപടി കൃത്യമായിട്ട് അദ്ദേഹം കൊടുക്കുന്നത്. ഇത് കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഉണ്ടാക്കിയ നിയമമാണ്, കോൺഗ്രസ് ഗവൺമെന്റ് നടപ്പാക്കിയ നിയമമാണ്. അതിനെ കോൺഗ്രസിന് എങ്ങനെ തള്ളിപ്പറയാൻ പറ്റും? അതുകൊണ്ടാണ് ഇന്നലെ വി മുരളീധരൻ ചോദിച്ചു, KV തോമസ് പാർട്ടി മാറിയാലും KV തോമസിന്റെ തലച്ചോറ് മാറിയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഈ മറവി വന്നത് എന്ന്. അപ്പോൾ ഈ വസ്തുത ഞങ്ങൾ ജനങ്ങളിലെത്തിക്കും. BJP തീർച്ചയായിട്ടും വീടാന്തരം ജനങ്ങളിലെത്തിക്കും. ഇതിന്റെ കണക്കുകൾ, വസ്തുതകൾ വ്യക്തമായി അച്ചടിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്യും. ഇപ്പോൾ തന്നെ ഈ കള്ളപ്രചരണം പൊളിഞ്ഞിട്ടുണ്ട്. അതെ, ഈ പ്രചാരണം വലിയ തോതിൽ നടക്കുന്നുണ്ട്. ഇത് നമുക്ക് ഏറ്റവും വലിയ അതിനകത്ത് മനസ്സിലാകാതെ പോകുന്നത്, ഈ മുഖ്യമന്ത്രി നേരിട്ടിറങ്ങി പച്ചക്കള്ളം പറയുന്നു എന്നുള്ളതാണ്. ഇത്തരം പച്ചക്കള്ളം പറയാം, ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ നമ്മുടെ ഫെഡറൽ തത്വങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് വളരെ നിരുത്തരവാദപരമായി രാഷ്ട്രീയം മാത്രം ലക്ഷ്യം വെച്ച്, വിജയം മാത്രം ലക്ഷ്യം വെച്ച്, തെരഞ്ഞെടുപ്പ് വിജയം മാത്രം ലാക്കാക്കി ഇത്തരം അപവാദങ്ങൾ, അതാണ് പറയേണ്ടത്, ഈ അപവാദങ്ങൾ പറയുന്ന പോലെയാണ് ജനങ്ങൾക്കത് തോന്നുന്നത്. എന്തായാലും BJPയുടെ വളരെ ശക്തമായ ഒരു എന്താ പറയേണ്ടത്, സത്യാവസ്ഥ ജനങ്ങളെ ബോധിപ്പിക്കാനുള്ള ശ്രമം നടക്കട്ടെ. കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ, നമുക്കിവിടെ രാഷ്ട്രീയമൊന്നുമില്ല, കേന്ദ്ര സർക്കാരിന് വളരെ കൃത്യമായിട്ട് പറയാനുള്ളത് ജനങ്ങളോട് പറയുക. അതിന് സോഷ്യൽ മീഡിയയും മറ്റു മാധ്യമങ്ങളും, പക്ഷെ ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു BJP ശകലം പുറകിലാണെന്ന് തോന്നുന്നു. എന്താണ് അങ്ങയുടെ അഭിപ്രായം ഈ സോഷ്യൽ മീഡിയയും മറ്റും ഈ കാര്യത്തിൽ ഉപയോഗിക്കുന്നത്? BJP ഈ കാര്യത്തിൽ പുറകിലായതുകൊണ്ടല്ല. കേരളത്തിലെ മീഡിയ എന്ന് പറയുന്ന
വിജയൻ വിലക്കെടുത്തിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ മാത്രമാണ് ഈ വസ്തുതകൾ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ നീലക്കുറുക്കൻ രാജാവായതുപോലെയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായത്. ഈ നുണകൾ, പച്ച നുണകളും പറഞ്ഞ് അത് വിശ്വസിക്കാൻ നീലക്കുറുക്കനെ രാജാവായി അംഗീകരിച്ചു കൊടുത്ത പ്രതിപക്ഷം, അതാണ് ഇവിടുത്തെ പ്രതിപക്ഷം. അപ്പോ ഈ നീലക്കുറുക്കന്റെ ഈ കള്ളത്തരങ്ങൾ പൊളിയും എന്നുള്ളതാണ് BJPയുടെ ഈ വസ്തുതകൾ പുറത്തു വന്നാൽ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് മീഡിയയെ കയ്യിലെടുക്കാൻ അവർക്കറിയാം. കാരണം സംസ്ഥാന ഭരണകൂടത്തിന്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്. ഈ പണം ഒഴുക്കിക്കൊണ്ട് മീഡിയയെ കയ്യിലെടുക്കാം. പക്ഷെ സോഷ്യൽ മീഡിയയെ കയ്യിലെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നതും ജനങ്ങൾ അറിയുന്നത്. ഏതായാലും ഈ പറഞ്ഞ കള്ളക്കളി ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് ചെയ്യാൻ കഴിയാത്ത പച്ചക്കള്ളം നിരന്തരം ആവർത്തിക്കുന്ന നീലക്കുറുക്കന്റെ ഭരണം അവസാനിക്കാൻ പോവുകയാണ്. ഈ വസ്തുതകൾ, ഇതുപോലെയുള്ള നിരവധി യാഥാർത്ഥ്യങ്ങൾ പുറത്തേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ മലയാളി സമൂഹത്തിന്, കേരളത്തിന് ഇത് വ്യക്തമായി മനസ്സിലാകും. അവിടെ LDF UDF ഒത്തുകളിയും നീലക്കുറുക്കന്മാരുടെ ഭരണവും അവസാനിക്കും. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ വയനാടേക്ക് എന്തെങ്കിലും ഒരു കേന്ദ്ര പദ്ധതി വരാൻ സാധ്യതയുണ്ടോ? കേന്ദ്രം നേരിട്ട് എന്തെങ്കിലും ഒരു പദ്ധതി? അതുപോലെ തന്നെ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ നമുക്കിപ്പോൾ വയനാടും ഇടുക്കിയും പത്തനംതിട്ടയൊക്കെ വളരെ പാരിസ്ഥിതികമായിട്ട് വലിയ പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളാണ്, അട്ടപ്പാടി പോലെയുള്ളതൊക്കെ. കേന്ദ്രം എന്തെങ്കിലും നേരിട്ട് ഈ കാര്യത്തിൽ ഇടപെടുമോ? ഇതിനെ ഒന്ന് എന്താ പറയണ്ടേ, ഈ ദുരന്തം ഇങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ? സംസ്ഥാന BJP നേതൃത്വം അത്തരത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യം കേന്ദ്രത്തിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ടോ? കേന്ദ്രത്തിന് നമുക്ക് ഈ ആവശ്യം ഉന്നയിക്കണമെങ്കിൽ കലാമിറ്റി ഓഫ് റയർ സിവിയറിറ്റി എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. അതായത് ഈ പറഞ്ഞ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് തന്നെ കലാമിറ്റി ഓഫ് റയർ സിവിയറിറ്റി എന്ന വിഭാഗത്തിൽപ്പെടുത്തി സംസ്ഥാന ഗവൺമെന്റ് ഒരു പ്രപ്പോസൽ കേന്ദ്രത്തിന് കൊടുക്കണം. BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമായിട്ട് അത് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇങ്ങനെ ഒരു പ്രപ്പോസൽ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാക്കി കേന്ദ്രത്തിന് കൊടുക്കാൻ ഒരുങ്ങുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും സംസ്ഥാന BJP അതിനെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യും. ഈ പറഞ്ഞ വയനാട്ടിലാണെങ്കിലും ഇടുക്കിയിലാണെങ്കിലും ഇങ്ങനെ ഉണ്ടാകുന്ന ഉരുൾപൊട്ടലുകളും പ്രകൃതി ദുരന്തങ്ങളെയും നേരിടാൻ കേന്ദ്ര ഗവൺമെന്റ് സദാ സജ്ജമാണ്. പക്ഷെ അത് വാങ്ങിച്ചെടുക്കാൻ നിയമപരമായും നടപടിക്രമം പാലിച്ചുകൊണ്ടും സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും മുന്നോട്ട് വരണം. BJP തീർച്ചയായിട്ടും കൂടെ ഉണ്ടാകും, ഒപ്പമുണ്ടാകും, അല്പം മുന്നിൽ തന്നെ ഉണ്ടാകും. എന്തായാലും അങ്ങനെ വരട്ടെ ചേട്ടാ. നമ്മുടെ നാട്ടിൽ സമാധാനം ഉണ്ടാകട്ടെ. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഇനി സംഭവിക്കാതിരിക്കട്ടെ. അഥവാ സംഭവിച്ചാൽ തന്നെ പരമാവധി ആൾനാശവും നമ്മുടെ സ്വത്തുക്കളുടെ നാശവും ഒക്കെ കുറച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് അതിൽ നിന്ന് നമുക്ക് കരകയറാൻ സാധിക്കട്ടെ. അതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം.